നമസ്കാരം. തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് നിങ്ങൾക്ക് 2 ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്ന് മുരുകൻ്റെ ചിത്രവും 2 മഹാദേവൻ്റെ ചിത്രവും. മുരുകൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ശരവണ ഭവ എന്നും, മഹാദേവൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ഓം നമഃശിവായ എന്നും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി നമുക്ക് ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്താൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മനസ്സിലെ നെഗറ്റീവ് ചിന്തകളൊക്കെ നീങ്ങുകയും ദോഷശക്തികളെ നീക്കം ചെയ്യുന്ന ശക്തിയുടെ പ്രതീകമാണ് മഹാദേവൻ. ധൈര്യം നമുക്ക് വർദ്ധിക്കുന്നതായി കാണുന്നു. ഭയത്തെ നേരിടാനുള്ള ഒരാത്മവിശ്വാസം ഭഗവാൻ നമുക്ക് നൽകുന്നു. കർമ്മഫല ശുദ്ധീകരണമാണ് കാണുന്നത്. പഴയതായ തെറ്റുകളെയൊക്കെ മാറ്റി നല്ല വിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്നു. ആത്മീയമായിട്ടുള്ള ഒരു വളർച്ചയാണ് ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ധ്യാനത്തിലും സ്ഥിരതയും ദൈവിക ചിന്തയുമൊക്കെ വർദ്ധിക്കുന്നതായി കാണുന്നു. കുടുംബത്തിൽ ഐക്യവും സമാധാനവുമൊക്കെ കണ്ടുവരുന്നു. ദോഷനിവാരണം നടക്കുന്നു. ദൃഷ്ടിദോഷം പോലുള്ള പ്രതികൂലതകൾ മാറി നല്ല രീതിയിലുള്ള ഒരു സ്ഥിതി കൈവരുവാൻ സാധിക്കുന്നു. ആരോഗ്യ സംരക്ഷണം, മാനസികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുന്നതായും കാണുന്നു. നീതിബോധം ശക്തമാകുന്നു. ശരിയായ വഴിയിൽ സഞ്ചരിക്കുന്നതിന് ഭഗവാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. വിജയസാധ്യത, ശ്രമങ്ങളിൽ ദൈവാനുഗ്രഹം അനുഭവപ്പെടുന്നതുകൊണ്ട് എല്ലാ കർമ്മങ്ങളിലും വിജയം കൈവരിക്കുവാൻ സാധ്യതയുണ്ട്. ശത്രു നിവാരണം, പുറത്തു നിന്നുള്ള തടസ്സങ്ങൾ കുറയാൻ സഹായിക്കുന്നു. മനഃശാന്തി കൈവരുന്നു. ആന്തരികമായി കിടക്കുന്ന സംഘർഷങ്ങളൊക്കെ ഒഴിവാകുന്നു. ആത്മബലം വർദ്ധിക്കുന്നു. പ്രതിസന്ധികളിൽ നിലകൊള്ളുന്ന കരുത്ത് വർദ്ധിക്കുന്നു. ഭക്തി വർദ്ധിക്കുന്നു. ശിവനോടുള്ള ആത്മബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുന്നതായും കാണുന്നു. സമ്പൽ സമൃദ്ധി കൈവരുന്നു. ജീവിതത്തിൽ സ്ഥിരതയും മുന്നേറ്റവും കൈവരുന്നതായി കാണുന്നു. ദുർഗുണങ്ങൾ ഇല്ലാതാകുന്നു. കോപം, അസൂയ പോലെയുള്ള ദോഷങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിന്നും മാറുന്നതായും കാണുന്നു. സാഹസികത, പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ധൈര്യം എന്നിവയൊക്കെ നമ്മൾക്ക് ലഭിക്കുന്നു. സങ്കല്പശക്തി, ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നു. ദൈവ സംരക്ഷണ ബോധം, സുരക്ഷിതത്വത്തിൻ്റെ അനുഭവം നമ്മളിൽ ഉണ്ടാകുന്നു. ആത്മജ്ഞാനം, ജീവിത വിജയത്തിൻ്റെ സത്യങ്ങൾ മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. മോക്ഷചിന്ത, ആത്മീയ ലക്ഷ്യങ്ങളിലേക്ക് മനസ്സ് തിരിയുന്നതായും കാണുന്നുണ്ട്. ഇതാണ് ശിവഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫലങ്ങൾ. അടുത്തതായി മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്താൽ ലഭിക്കുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അജ്ഞാന നിവാരണം നടക്കുന്നു. വേൽ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ്. ബുദ്ധിശക്തി വർദ്ധിക്കുന്നതായും കാണുന്നു. പഠനത്തിലും തീരുമാനങ്ങളിലുമൊക്കെ ഒരു വ്യക്തത കൈവരിക്കുന്നതായും കാണുന്നു. വിജയശക്തികൾ, മത്സരങ്ങളിലും പരീക്ഷകളിലുമൊക്കെ ആത്മവിശ്വാസത്തോടെ നേരിടാൻ സഹായിക്കുന്നു. ഭയം അകറ്റുന്നു. മനസ്സിൽ ആശങ്കകളൊക്കെ കുറയുന്നതായും കാണുന്നുണ്ട്. സാഹസികത, മനോഭാവം വെല്ലുവിളികളെയൊക്കെ ഏറ്റെടുക്കാൻ പ്രചോദനമായും മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ഫലമായി ലഭിക്കുന്നു. ആരോഗ്യ ലാഭം, ആത്മവിശ്വാസം വർദ്ധിക്കുകയും മാനസിക ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. കുട്ടികൾക്ക് അനുഗ്രഹം, വിദ്യയും നല്ല സ്വഭാവവും ലഭിക്കാൻ പ്രാർത്ഥനയും ഉണ്ടാകുന്നു. ദൃഷ്ടിദോഷ നിവാരണം, പ്രതികൂല ശക്തികൾ അകറ്റുന്നു എന്ന വിശ്വാസമുണ്ടാകുന്നു.
ശുദ്ധമായ ചിന്ത, നെഗറ്റീവ് ചിന്തകൾ കുറയുന്നതായും കാണുന്നു. പ്രതിബന്ധങ്ങളൊക്കെ നീങ്ങുന്നു. ജീവിതത്തിലെ തടസ്സങ്ങൾ കുറയാൻ സഹായകമാകുന്നു. ധർമ്മബോധം നന്മയുടെ വഴിയിൽ നിലനിൽക്കാൻ പ്രചോദനമാകുന്നു. ആത്മവിശ്വാസം, വ്യക്തിത്വ വികാസം എന്നിവയൊക്കെ മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു. സമ്പൽ സമൃദ്ധി, ജോലി, വ്യാവസായികമായിട്ടുള്ള നേട്ടം എന്നിവയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. കുടുംബത്തിൽ സന്തോഷം, വീട്ടിൽ ഐക്യവും സമാധാനവും ഒക്കെ ലഭിക്കുന്നു. ശത്രുക്കൾക്ക് ശമനമുണ്ടാകുന്നു. വിരോധികളൊക്കെ ഒഴിഞ്ഞു പോകുന്നതായി കാണുന്നു. മനോശാന്തി, ദൈവസ്മരണം മനസ്സിനെ ശാന്തമാക്കുന്നു. ആത്മീയ ഉണർവ്, ഭക്തിയിൽ ആഴം ലഭിക്കുന്നതായി കാണുന്നു. വിജ്ഞാനപ്രാപ്തി ലഭിക്കുന്നു. പഠനത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഓർമ്മശക്തി ലഭിക്കുകയുമൊക്കെ ചെയ്യുന്നു. സങ്കട നിവാരണം നടക്കുന്നു. പ്രാർത്ഥനയിലൂടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതായും കാണുന്നു. ദൈവാനുഗ്രഹം ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. മുരുക ഭഗവാന്റെ ചിത്രം തിരഞ്ഞെടുത്തതിലൂടെ ലഭിക്കുന്ന ഫലങ്ങൾ ഇവയൊക്കെയാണ്. ശിവന്റെ ശൂലവും മുരുകന്റെ വേലും രണ്ട് ദിവ്യ ആയുധങ്ങളാണെങ്കിലും അവയുടെ ആന്തരിക സന്ദേശം ഒരേപോലെയാണ്. അജ്ഞാനം നീക്കി നന്മയിലേക്ക് നയിക്കലാണ്. ശൂലം നമ്മിൽ നിന്ന് നെഗറ്റീവ് ശക്തികളെ അകറ്റി ആത്മബലം നൽകുന്നതിൻ്റെ പ്രതീകമാണ്. വേൽ ജ്ഞാനവും ധൈര്യവും നൽകി ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ പ്രചോദനമാകുന്നു. ഈ രണ്ടും ചേർന്ന് ഭക്തൻ്റെ മനസ്സിൽ ശാന്തിയും ആത്മവിശ്വാസവും സത്യനിഷ്ഠയുള്ള ജീവിതവും വളർത്തുന്നു. അതുകൊണ്ട് ഇവ വെറും ആയുധങ്ങളായി മാത്രം കണക്കാക്കേണ്ടതില്ല. നന്മയുടെയും ആത്മീയ ഉണർവിൻ്റെയും രണ്ട് ചിത്രങ്ങളായി മാത്രം കണക്കാക്കിയാൽ മതി.